അടുത്ത വിഷയം അവതരിപ്പിക്കുന്നത് ജനറേഷൻ ടു ജനറേഷൻ വർഷിപ്പ്, തലമുറ തലമുറയായി ആരാധന. ഈ വിഷയം അവതരിപ്പിക്കുന്നത് പാസ്റ്റർ മാത്യു വർഗീസ്, ഒക്ലഹോമ ക്രോസ് പോയിന്റ് ചർച്ചിന്റെ പാസ്റ്ററാണ്. നല്ല നിലയിൽ വിഷയം പ്രസന്റ് ചെയ്യുന്ന ഒരു ദൈവദാസനാണ് അദ്ദേഹം. കഴിഞ്ഞ എഡ്മണ്ടണിൽ നടന്ന IPC ഫാമിലി കോൺഫറൻസിൽ അദ്ദേഹം വളരെ ശക്തമായ നിലയിൽ ശുശ്രൂഷിക്കുന്നത് ഞാൻ നേരിട്ട് പങ്കെടുത്ത ഒരാളാണ്. പാസ്റ്റർ മാത്യു വർഗീസിനെ ക്ഷണിക്കണം. അദ്ദേഹത്തെ കരങ്ങളടിച്ച് സ്വീകരിക്കും. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാത വന്ദനം. PCNAC-ൻ്റെ തീമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് എന്നുള്ള ചിന്താവിഷയമാണ്. എനിക്ക് ഇവിടെ ലഭ്യമായിരിക്കുന്ന ചിന്ത ആരാധന തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക്, വർഷിപ്പ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ആരാധന എല്ലാ മതത്തിലെയും എല്ലാ സംസ്കാരത്തിലും കാണപ്പെടുന്ന അവിഭാജ്യമായിരിക്കുന്ന ഒരു ഘടകമാണ്. നമ്മളെക്കാട്ടിലും ശ്രേഷ്ഠമായ ഒന്നിനെ ആരാധിക്കുവാനും അനുഗമിക്കുവാനും അതിനെ ആദരിക്കുവാനുമായിട്ടുള്ള മനുഷ്യൻ്റെ അടങ്ങാത്ത അന്തർദാഹമാണ് ആരാധന. ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിക്കുന്ന ആരാധനയുടെ ചരിത്രം തലമുറ തലമുറയായിട്ട് തുടരുകയാണ്. ഹാബേലിൽ തുടങ്ങിയ ആരാധനയുടെ ചരിത്രം സുമേറിയൻ സംസ്കാരത്തിൽ അബ്രഹാം ആരാധിച്ച്, ഈജിപ്റ്റ് സംസ്കാരത്തിൽ മോശെ ആരാധിച്ച്, ബാബിലോണിയൻ സംസ്കാരത്തിൽ യെശയ്യാവും ദാനിയേലും യെഹസ്കേലും ഒക്കെ ആരാധിച്ച്, മർക്കോസിന്റെ മാളികമുറിയിൽ ക്രിസ്തു ശിഷ്യന്മാർ ആരാധിച്ച്, പത്മോസ് ദ്വീപിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ ആരാധിച്ച്, ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഓൺലൈൻ സംസ്കാരത്തിൽ നമ്മൾ ആരാധിച്ച് നിത്യതയോളം ഒഴുകിയെത്തുന്ന ഒരു ഘടകമാണ് ആരാധന എന്നുള്ളത്. സോ വർഷിപ്പ് ഈസ് ദ അൾട്ടിമേറ്റ് ഫോക്കസ് ഇൻ ദ ബൈബിൾ. സുവിശേഷ പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കും, കോൺഫറൻസ് ഇവിടെ തീരും, ഉപവാസ പ്രാർത്ഥനകളും സഭായോഗങ്ങളും ഇവിടെ നിലനിൽക്കും. എന്നാൽ വർഷിപ്പ് വിൽ കണ്ടിന്യൂ ഇൻ ഇറ്റേണിറ്റി. നൊമാഡിക് കമ്മ്യൂണിറ്റിയിൽ ആരംഭിച്ച് അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റിയിൽ കൂടെ, ഇൻഡസ്ട്രിയൽ കമ്മ്യൂണിറ്റിയിൽ കൂടെ, ഇന്നത്തെ ഇൻഫർമേഷൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരാധനയുടെ രീതികൾ വരമൊഴിയിൽ നിന്നും ലിഖിത മൊഴികളിൽ നിന്നും റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ നിന്നും ഡിജിറ്റൽ സംസ്കാരത്തിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റിൻ്റെ ആരാധനയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മളുടെ സമൂഹത്തിൽ പല തലമുറകൾ ആരാധനയ്ക്കായിട്ട് ഒരുമിച്ച് ചേരുന്നു. ബേബി ബൂമേഴ്സ് മുതൽ ജനറേഷൻ ബീറ്റ വരെ ഉള്ള ഒരു തലമുറയാണ് നമ്മുടെ ആരാധനാലയങ്ങളിൽ ഇരിക്കുന്നത്. അഥവാ ഡിജിറ്റൽ ഇമിഗ്രൻസ്. നമ്മളൊക്കെ ഡിജിറ്റൽ ഇമിഗ്രൻസ് ആണ്. അപ്പോൾ തന്നെ ഡിജിറ്റൽ നേറ്റീവ്സ് ആയിരിക്കുന്ന തലമുറകൾ നമ്മുടെ ആരാധനാലയത്തിൽ ഉണ്ട്. ഈ രണ്ട് തലമുറകളുടെയും സംസ്കാരവും കമ്മ്യൂണിക്കേഷനും വൊക്കാബുലറിയും ലാംഗ്വേജും അഭിരുചിയും വാല്യൂസും എല്ലാം ഡിഫറൻ്റാണ്. നമ്മളെ ഷെയ്പ്പ് ചെയ്തത് നമ്മുടെ കുടുംബവും ആരാധനാലയങ്ങളുമായിരുന്നു. എന്നാൽ നമ്മുടെ ജെൻസികളെ, ജനറേഷൻ ആൽഫയെയും ബീറ്റയും ഒക്കെ ഷെയ്പ്പ് ചെയ്യുന്നത് നമ്മുടെ സഭയും സോഷ്യൽ മീഡിയയാണ്. കാരണം നമ്മൾ അടക്കം എല്ലാ സന്ദർഭങ്ങളിലും കൈകാര്യം ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് നമ്മുടെ വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് പഴയ തലമുറയിലുള്ള ആളുകൾ പുതിയ തലമുറയെ പറ്റി പറയും അവർ ഗോഡ്ലെസ്, ഫെയ്ത്ത്ലെസ്, റിബല്യസ്. കോക്കനട്ട് ജനറേഷൻ. ന്യൂ ജനറേഷൻ നമ്മളെ നോക്കിക്കൊണ്ട് പറയുന്നത് ഇവർ ഔട്ട്ഡേറ്റഡ് ആണ്, ഇവർ പ്രീച്ചിയാണ്, ഇവരെ തന്ത വൈബാണ്.
അല്ലെങ്കിൽ ഫോബാണ്. അങ്ങനെയുള്ള രണ്ട് തലമുറകളുടെ സംസ്കാരത്തിന്റെ ഇടയിൽ കിടക്കുന്ന ആരാധന രീതികളാണ് നമുക്കുള്ളത്. ഡിജിറ്റൽ സംസ്കാരത്തോട് പൊരുത്തപ്പെട്ട് നിൽക്കുന്ന യുവതലമുറയും പരമ്പരാഗതമായ രീതികളോട് ആഭിമുഖ്യം പുലർത്തുന്ന മുതിർന്ന തലമുറയും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്, ഒത്തിരി നല്ല കാര്യങ്ങളുമുണ്ട്. അതിൻ്റെ മധ്യത്തിൽ ഒരു അർത്ഥപൂർണമായിരിക്കുന്ന ആരാധന നടത്തുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വലിയ വെല്ലുവിളിയും അപ്പോൾ തന്നെ ഒരു അവസരവുമാണ്. ശ്രദ്ധിക്കുക, തലമുറയായിട്ട് ആരാധനകളുടെ രീതികൾക്കും ശൈലികൾക്കും അനുഷ്ഠാനങ്ങൾക്കുമെല്ലാം വ്യത്യാസമുണ്ടെങ്കിലും ആരാധനയുടെ ഉള്ളടക്കത്തിന് ഒരിക്കലും വ്യത്യാസം വരുന്നില്ല. ഇന്ന് ജൂലൈ 4 ആണ്. ആരാധനയുടെ ഉള്ളടക്കത്തെ പറ്റി 4 കാര്യങ്ങൾ ജൂലൈ 4 ഞാൻ പറഞ്ഞ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ആരാധനയുടെ തലമുറയായി ആരാധനയുടെ ഉള്ളടക്കത്തിന്റെ ഒന്നാമത്തെ കാരണം അത് എൻകൗണ്ടർ ആണ്. വർഷിപ്പ് ഈസ് ആൻ എൻകൗണ്ടർ വിത്ത് ഗോഡ്. ആരാധനയിൽ ആദ്യം സംഭവിക്കേണ്ടത് ദൈവീക ഇടപെടലാണ്. ആരാധന ദൈവവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലാണ്. ശ്രദ്ധിക്കുക, തേജോമയനായിരിക്കുന്ന ദൈവത്തിന്റെ തേജസ് സുമേറിയൻ സംസ്കാരത്തിൽ അബ്രഹാം ദൈവവുമായിട്ട് കണ്ടുമുട്ടി. ഹോരേബിലെ കത്തുന്ന മുൾപടർപ്പിൽ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ മോശ ദൈവവുമായിട്ട് കണ്ടുമുട്ടി. ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിന്റെ ദൃശ്യം ബാബിലോണ്യ പശ്ചാത്തലത്തിൽ യെഹെസ്കേലും യെശയ്യാവിലും ഒക്കെ ദൈവത്തോട് കണ്ടുമുട്ടി. എന്തിനേറെ, മർക്കോസിന്റെ മാളിക മുറിയിൽ അഗ്നിജ്വാലയ്ക്ക് പ്രകാശം പോലെ ഇറങ്ങി വന്ന് കാറ്റായി വന്നിട്ട് അവരോട് ദൈവം ഇടപെടുകയാണ്. ആരാധനയിൽ പത്മോസ് ദ്വീപിന്റെ ഏകാന്തതയിൽ ക്രിസ്തുവിന്റെ മഹത്വം ആരാധനയിൽ കണ്ടുമുട്ടുകയാണ്. അതുകൊണ്ട് വർഷിപ്പ് ഈസ് ആൻ ഒക്കേഷൻ ഫോർ an encounter in each generation. ആദ്യം ആരാധനയിൽ സംഭവിക്കേണ്ടത് ദൈവവുമായിട്ടുള്ള കണ്ടുമുട്ടലാണ്. ആരാധന എന്ന് പറയപ്പെടുന്നത് ദൈവ സാന്നിധ്യത്തിന്റെ കണ്ടുമുട്ടൽ. അത് പാട്ടാകാം, കണ്ണുനീരാകാം, സ്തുതിയാകാം, ശാന്തമായ ധ്യാനമാകാം, ശബ്ദമാകാം, അതെന്തുമാകാം. പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറകളിൽ സംഭവിക്കേണ്ടത് ദൈവീകമായിരിക്കുന്ന സംഭാഷണമാണ്, ഇടപെടലാണ്. അത് നമ്മുടെ മുതിർന്ന തലമുറയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയ്ത്ത് അല്ല, ഒരു ഇൻവേർഡ് എക്സ്പീരിയൻസ് ഉണ്ടാകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതപരമായിരിക്കുന്ന ചടങ്ങുകൾക്ക് അപ്പുറമായി ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാകുന്ന ഒരു അനുഭവം, അറിവല്ല, ചടങ്ങല്ല. ആരാധന എന്ന് പറയപ്പെടുന്നത് അത് ദൈവവുമായിട്ടുള്ള ഇടപെടലാണ്. അങ്ങനെ ഒരു ഇടപെടൽ നമ്മുടെ സഭകളിൽ, സമൂഹങ്ങളിൽ ഉണ്ടാകുന്നുണ്ടോ? Does God speaking to our generation, our churches, in our worship? 2, ആരാധനയിൽ ഉണ്ടാകേണ്ടത് ദൈവം സംസാരിക്കുന്ന സന്ദർഭത്തിൽ എല്ലാ തലമുറകളിലും 2 ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രൂപാന്തരമാണ്, ട്രാൻസ്ഫോർമേഷനാണ്. ശ്രദ്ധിക്കുക, കത്തുന്ന മുൾപടർപ്പിൽ നിന്നുകൊണ്ട് മോശയോട് മിസ്രൈമ്യ സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാകിയാൽ നിന്റെ കാലിലെ ചെരുപ്പൂരി മാറ്റുക. എന്താണ്? ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിന്റെ ദർശനം കണ്ട് സംസാരിക്കുമ്പോൾ പറയുന്നത്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ എന്ന് പറയപ്പെടുന്ന യെശയ്യാവിനെയാണ് നമ്മൾ കാണപ്പെടുന്നത്. അഗ്നിജ്വാല ഇറങ്ങി വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന മർക്കോസിന്റെ മാളിക മുറിയിൽ ശിക്ഷകണങ്ങൾക്ക് രൂപാന്തരമാണ് സംഭവിക്കുന്നത്. ആരാധന നമ്മെ മാറ്റുന്നതാണ്, മാറ്റേണ്ടതാണ്. So we need a transformation in our self, space and spirituality. നമ്മുടെ ആളത്വത്തിനും നമ്മുടെ അകലങ്ങൾക്കും നമ്മുടെ ആത്മീയതയ്ക്കും മാറ്റം സംഭവിക്കുന്നതാണ് ആരാധന എന്ന് പറയപ്പെടുന്നത്. ആരാധനയിൽ ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾക്കനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്കുണ്ടാകണം. ഇന്നത്തെ പുതിയ തലമുറ ആഗ്രഹിക്കുന്നത് നമ്മുടെ റിലിജിയോസിറ്റി അല്ല, അവർക്ക് ആവശ്യമായിരിക്കുന്നത് സ്പിരിച്വാലിറ്റിയാണ്. അവർ ചിന്തിക്കുന്നത് അങ്കിൾ ജെനുവിനാണോ എന്നാണ്. നമ്മൾ പലപ്പോഴും മതപരമായിരിക്കുന്ന ചടങ്ങുകളിൽ, റിലിജിയോസിറ്റിയിലാണ് വളരെയധികം സന്തോഷം കണ്ടെത്തുന്നത്. വർഷിപ്പ് ഈസ് an occasion for the transformation of space, speed, spirituality and self. 3,
ആരാധനയിൽ എല്ലാ തലമുറകളിലും ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഘടകം, രീതി മാറാം, രൂപം മാറാം, എല്ലാം മാറാം, പക്ഷെ ആരാധനയിൽ ഉണ്ടാകേണ്ടത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള എല്ലാ തലമുറയിലും ആരാധനയുടെ കേന്ദ്ര ബിന്ദു ഒന്നാണ്. കാലം മാറാം, രൂപം മാറാം, അനുഷ്ഠാനങ്ങൾ മാറാം, ആചാരങ്ങൾ മാറാം, പക്ഷെ ആരാധനയുടെ കാമ്പും കഴമ്പും മാറത്തില്ല. ആരാധനയുടെ കാമ്പും കഴമ്പും തലമുറയായിട്ടൊന്നാണ്. ഹാക്കിന്റെ ഉത്തമമായിരിക്കുന്ന യാഗം എന്ന് പറയപ്പെടുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാടായിരുന്നു. മോറിയ മലയിൽ കൊല്ലപ്പെട്ടതും ഒരു കുഞ്ഞാടാണ്. ഇസ്രായേൽ സംസ്കാരത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവരും അറുത്തതൊരു പിടഞ്ഞ കുഞ്ഞാടിനെയാണ്. കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട യാഗവും ഒരു കുഞ്ഞാടിന്റെ യാഗമായിരുന്നു. നിത്യതയിൽ എല്ലാ പ്രിയപ്പെട്ടവരും ആരാധിക്കുവാൻ പോകുന്നത് അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടിനെയാണ്. ബൈബിൾ ചരിത്രത്തിൽ ഉടനീളം ആരാധനയുടെ കേന്ദ്രം എന്ന് പറയപ്പെടുന്നത് അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ഹാബേലിന്റെ ചരിത്രം മുതൽ നിത്യത വരെയുള്ള ചരിത്രത്തിന്റെ താളുകളിൽ കാണപ്പെടുന്ന ശ്രദ്ധാകേന്ദ്രം, കേന്ദ്ര വിഷയം എന്ന് പറയപ്പെടുന്നത് അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ശ്രദ്ധിക്കുക, ക്രിസ്ത്യാനിറ്റി ഈസ് ദ ഓൺലി റിലിജിയൻ. ക്രിസ്ത്യാനിറ്റി ഈസ് ദ ഓൺലി റിലിജിയൻ വർഷിപ്പിംഗ് ദ wounded God, slaying lamb, suffering God. മുറിവേറ്റവനെ ആരാധിക്കുന്ന ഏക സമൂഹമാണ് നമ്മൾ. കാരണം മറ്റെല്ലാ സമൂഹങ്ങളും വെട്ടിപ്പിടിക്കുന്ന, ഒതുക്കുന്ന, പിടിച്ചടക്കുന്ന, വിജയിക്കുന്ന, അട്ടഹസിക്കുന്ന ആളുകളെ ആരാധിക്കുമ്പോൾ നമ്മൾ ആരാധിക്കുന്നത് മുറിവേറ്റവനെയാണ്. കാരണം മുറിവേറ്റവന് മാത്രമേ മുറിവേറ്റവരുടെ വേദന അറിയത്തുള്ളൂ. പിടഞ്ഞവന് മാത്രമേ പിടയുന്നവരുടെ ഹൃദയത്തിന്റെ നൊമ്പരം അറിയത്തുള്ളൂ. Jesus is the only God identify with the pain of the people. ലോകത്തിലെ ഒരു ആരാധനയും മനുഷ്യന്റെ ജീവിതത്തിന്റെ ദുഃഖങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. യേശു മാത്രമേ മനുഷ്യ ജീവിതത്തിന്റെ ദുഃഖങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഏക ആരാധ്യൻ. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, സർവമത സമ്മേളനം നടന്ന ചിക്കാഗോ പട്ടണത്തിൽ നിന്നുകൊണ്ട് ഈ പീസീനാക്കിൽ ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, ലോകത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും, പ്രത്യേകിച്ച് ക്രൈസ്തവ നേതാക്കന്മാരോട്, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ സെലിബ്രിറ്റി റിലിജിയൻ. Christianity is not a celebrity religion because our leader is not chasing the crown. He is chasing the cross. അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്, തകർക്കപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടായിരുന്നു എന്റെയും നിങ്ങളുടെയും ആരാധനയുടെ ശ്രദ്ധാ കേന്ദ്രമെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ തലമുറയായി ഈ കുഞ്ഞാടാണ് നമ്മുടെ ആരാധനയുടെ ശ്രദ്ധാ കേന്ദ്രം. Will you declare the crucified God in our worship? അടുത്തത് ലിബറേഷനാണ്. എല്ലാ കാലഘട്ടങ്ങളിലും ദൈവവുമായിട്ട് സംസാരിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവർ, രൂപാന്തരപ്പെട്ട പ്രിയപ്പെട്ടവർ, ആരാധനയിലൂടെ അവർക്കൊരു ലിബറേഷൻ ദൗത്യം ദൈവം നൽകി കൊടുത്തിട്ടുണ്ട്. തേജോമയനായ ദൈവം ഇടപെട്ടപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഹോരേബിൽ മോശ അയോഗ്യത പറഞ്ഞു, പക്ഷേ അവനെ ഒരു സമൂഹത്തിന്റെ വിമോചനത്തിന് വേണ്ടി ആ ആരാധനയിൽ അവനെ നിയോഗിക്കുകയാണ്. യെശയ്യാവിനെ വീണ്ടും അടിയനിതാ അയക്കണമേ എന്ന് പറഞ്ഞ് ആ വലിയ ദർശനത്തിന്റെ മുൻപിൽ അയക്കുകയാണ്. മർക്കോസിന്റെ മാളിക മുറിയിൽ ഭയവിഹ്വലരായിരുന്ന, അയോഗ്യരായിരുന്ന ശിഷ്യന്മാരെ ആരാധനയുടെ അവസാനം സുവിശേഷത്തിന്റെ വിപ്ലവ ജ്വാലകളാക്കി മാറ്റുകയാണ്. പത്മോസ് ദ്വീപിന്റെ ഏകാന്തതയിൽ ഒറ്റപ്പെട്ടവനായി കടന്നിരുന്ന യോഹന്നാനെ വലിയ ദർശനത്തിന്റെ, വലിയ വെളിപ്പാടുകളുടെ കലവറകളിലേക്ക് ആ ആരാധന തന്നെ മാറ്റിയെങ്കിൽ ഈ പീസീനാക്കിന്റെ 40 തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വലിയ നിയോഗങ്ങളും വിമോചനങ്ങളും ദൗത്യങ്ങളും അനുരഞ്ജനങ്ങളും സൗഖ്യങ്ങളും സംഭവിക്കത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. ഡിജിറ്റൽ ഇമിഗ്രൻസും ഡിജിറ്റൽ നേറ്റീവ്സുമുള്ള ഈ കാലഘട്ടത്തിൽ പുസ്തകത്തെ ആധാരമാക്കി ഒരു കൗണ്ടർ കൾച്ചർ വിഷൻ ഓഫ് വർഷിപ്പ്
ഈ സംസ്കാരത്തിൽ എങ്ങനെ നടത്താം? എൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. പ്രൈസ് ലോർഡ്. വളരെ ശക്തമായ നിലയിൽ ഉള്ള സന്ദേശം നാം ദൈവസന്നിധിയിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്.